പാകിസ്ഥാൻ ടീമിനെ മിക്കവാറും പാകിസ്ഥാൻകാർ അവിടെ തന്നെ വെച്ചിട്ട് കത്തിക്കും എന്നുള്ള ലക്ഷണങ്ങളൊക്കെയും കാണുന്നുണ്ട്. കാരണം നല്ലപോലെ പന്ത് പവർ പ്ലേയുടെ പ്രാധാന്യം അറിയാത്തതുകൊണ്ടാണ് പവർ പ്ലേയിൽ ടെസ്റ്റ് കളിക്കുന്ന ഒരാൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓർക്കുന്നു ബാബറസം വെച്ച് കീച്ചു. ഇന്ന് പവർ പ്ലേയിൽ ഒരു 10-68 ബോളോട് വന്നു കഴിഞ്ഞാൽ 10 ഓവർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതും പവർ പ്ലേയില് എടുക്കന്നെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് വിരാട് കോഹ്ലി നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം കളി ജയിപ്പിക്കാനുള്ള കെൽപ്പോട്ടുണ്ട്. അല്ലാണ്ട് പാകിസ്ഥാനിൽ കളി നടന്നിട്ടേ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കളി അങ്ങനെയായിരിക്കും. നമ്മൾ വലിയ ഹറിബറി ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. വളരെ കൂളായിട്ട് നമ്മൾ ആദ്യം ഒരു ബേസ് ഉണ്ടാക്കുക, ബിൽഡ് ചെയ്യുക, എന്നിട്ട് അവിടെ നമ്മൾ കയറുക എന്നുള്ളൊരു പ്ലാൻ, വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ. ഷോട്ട് അറ്റംപ്റ്റ് ചെയ്താൽ അത് റിസൾട്ടാണ്. പാകിസ്ഥാനെതിരെ വെക്കുകയാണ്. ആ ഒരു 300 കടന്നപ്പോഴേ പാകിസ്ഥാനൊക്കെ കുത്തഴിച്ച് വിട്ട ബലൂൺ പോലെ ടപ്പേ എന്ന് പറഞ്ഞിട്ട് ശ്രമിച്ചു. അവൻ ഇരുന്ന് കിടന്നും നിന്നും തലകുത്തിയും മറിഞ്ഞും ഒക്കെ കിടന്ന് അടിച്ചിട്ട് 49 ബോൾ 69 റൺസ് വന്നിട്ടു എത്തുന്നില്ല, ബോളില്ല. DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാകിസ്ഥാന്റെ കാര്യത്തിനൊരു തീരുമാനമായി എന്ന് ഏകദേശം നമുക്ക് പറയാൻ പറ്റും. കാരണം വേറൊന്നുമല്ല, ആദ്യ മത്സരത്തിൽ തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെ ഈ പറയുന്ന പോലെ ഹോസ്റ്റ് തങ്ങളുടെ രാജ്യം ഹോസ്റ്റ് ചെയ്യുന്നു. അവിടെ തങ്ങളുടെ ഹോം ഗ്രൗണ്ടാണ്. അവിടെ അത്യുഗ്രമായിട്ടുള്ളൊരു ടൂർണമെന്റ് തന്നെ കാഴ്ചവെക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇറങ്ങുന്ന ഈ പറയുന്ന പാകിസ്ഥാന് ന്യൂസിലൻഡിന്റെ കയ്യിൽ നിന്നും നല്ലൊരു അടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം എന്തായാലും ആദ്യത്തെ കളിയിൽ 60 റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ആദ്യത്തെ മത്സരം പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മുടെ പാകിസ്ഥാൻ. അവർക്കൊരു വലിയൊരു കൈയടി കൊടുക്കുക. അപ്പം അതിലെ ഏറ്റവും വലിയ മികച്ചത് ശരിക്കും പറഞ്ഞാൽ നമുക്കത് കാര്യം ഓരോന്നോരോന്നായിട്ട് പോകാം, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് കയറി കഴിഞ്ഞാൽ അങ്ങനെ ശരിയാണ്. അപ്പൊ എന്തായാലും ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് പാകിസ്ഥാൻ തോറ്റത്തില്. ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പാകിസ്ഥാൻ പുറത്താകുന്നെന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയ ഇതായിരിക്കും അല്ലെ. അങ്ങനെ പാകിസ്ഥാൻ തോറ്റ് പുറത്തായി നമ്മള് ഫൈനലിൽ കളിക്കണം. അതായത് ശരിക്കും പാകിസ്ഥാനിൽ കളി നടന്നിട്ടേ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കളി അങ്ങ് മാറും. പിന്നീട് ഈ പറയുന്ന പോലെ ഫൈനൽ കാര്യങ്ങളെല്ലാം ദുബായിലോട്ട് വരുമ്പോഴത്തേനും അല്ലേ നമ്മള് ഫൈനലിൽ കയറുവാണെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും. പാകിസ്ഥാനിൽ ഹോസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പോലും യാതൊരുവിധ ഇതും അതിനകത്ത് കൊടുക്കാതെ പോകുന്നൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുവാണെങ്കിൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ടൂർണമെന്റോ അല്ലെങ്കിൽ ഒരു ICC ടൂർണമെന്റോ അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻസ് ട്രോഫി ആയിരിക്കും ഇത്. കാരണം അത്രയ്ക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത മത്സരം ഇന്ത്യക്കെതിരെയാണ്. നമ്മൾ ബംഗ്ലാദേശിനെതിരെ കളിച്ചിട്ട് നമ്മൾ ജയിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു തോൽവിയോടുകൂടി ഇന്ത്യയിലോട്ട് വരുന്നു. അപ്പൊ ഇനി അടുത്തൊരു തോൽവി കൂടെ ആയി കഴിഞ്ഞാൽ അവര് പുറത്താകുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ആ ഒരു പ്രഷറുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയോട്ട് കളിക്കുന്നു എന്നുള്ളൊരു പ്രഷറുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് അവരുടെ അടുത്ത് നമ്മൾ ഒരു കളി ഓൾറെഡി ജയിച്ചത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രഷറും ഇല്ല. അപ്പൊ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പാകിസ്ഥാൻ്റെ അടുത്ത് കളിക്കാനും പറ്റും. സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ നാളെ ബംഗ്ലാദേശിനെ തോൽപ്പിക്കണം. ബംഗ്ലാദേശ് അത്ര മോശമൊന്നുമല്ല, എന്നാലും നമുക്ക് തോൽപ്പിക്കാനൊക്കെ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്തായാലും കളി കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ എന്തായാലും കാണുന്നതായിരിക്കും. ഇവിടെ പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ടോസ് കിട്ടിയിട്ട് ന്യൂസിലൻഡിനെ ബാറ്റിങ്ങിന് അയക്കുന്നു. അങ്ങനെ ന്യൂസിലൻഡ് ബാറ്റ് ചെയ്യുന്നു. ആദ്യത്തെ 10 ഓവറിൽ 48-ന് 2 വിക്കറ്റുകളാണ്. അതായത് ന്യൂസിലൻഡ് വളരെ കെയർഫുൾ ആയിട്ടാണ് തുടങ്ങിയത് കേട്ടോ. അപ്പം അവർക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ 48 റൺസ്, അതായത് ഒരു 7-8 ഓവർ വരെയും വിക്കറ്റുകളൊന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷെ അവസാനത്തെ ഒരു 2-3 ഓവറുകളിൽ ഈ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ പാകിസ്ഥാൻ അവിടെ ഒരു മേൽക്കൈ നേടിയെന്ന് തന്നെ പറയാം ആദ്യത്തെ പവർ പ്ലേയിൽ. അങ്ങനെ ഈ പറയുന്ന പോലെ കോൺവേക്കോ വില്യംസനൊക്കെ പെട്ടെന്ന് തന്നെ 2 ബോളേ കളിച്ചിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ പുറത്തായി. മിച്ചലിനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 15 ഈ പാകിസ്ഥാന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയാം, ഒരു 15 ഓവർ അങ്ങോട്ട് തൊട്ട് 15 ഓവർ തൊട്ട് ഒരു 40 ഓവറിനിടയിൽ വരെ വിക്കറ്റ് വീഴ്ത്താനായിട്ടുള്ള ഒരു ബോളർ ഇല്ല, അല്ലെങ്കിൽ ഒരു വിക്കറ്റ് ടേക്കറായിട്ടുള്ള ഒരു ബോളർ ഇല്ല എന്നുള്ളത് വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബോളേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ വിക്കറ്റുകൾ കിട്ടുന്നില്ല. അവർ ആ വിക്കറ്റുകൾ എടുക്കാനോ അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാനോ വളരെയധികം കഷ്ടപ്പെടുന്നതാണ് നമ്മൾ ഈ 15 ഓവർ മുതൽ കാണാൻ തുടങ്ങുന്നത്. അങ്ങനെ പവർ പ്ലേ ഇച്ചിരി ഡള്ളായിട്ടാണ് ന്യൂസിലാൻഡ് തുടങ്ങിയെങ്കിലും ഈ പറയുന്ന പോലെ നമ്മുടെ യങ്ങിന്റെ ഒരു ഇന്നിങ്സ് എടുത്തു പറയണം. നമ്മുടെ ഈ പറഞ്ഞ പോലെ ടോം ലതാമും കൂടി ചേർന്നിട്ട് അവരവിടുന്ന് ഒരു ഇന്നിങ്സ് പടുത്തുയർത്തുകയാണ്. അവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുകയാണ്. ആ
അത്ര സുന്ദരമായിട്ടുള്ളൊരു ഒരു ഒരു ബാറ്റിംഗ് പ്രകടനമാണ് അവർ കാഴ്ചവെച്ചെന്നുള്ളതാണ്. 118 റൺസിന്റെ പാർട്ണർഷിപ്പാണ് ഈ പറഞ്ഞ യങ്ങും ലതാമും കൂടെ ചേർന്ന് എടുത്തിട്ടുള്ളത്. ഏതാ 4th വിക്കറ്റ് പാർട്ണർഷിപ്പ്. അവിടെ യങ് സെഞ്ചുറി നേടുകയാണ്. 107 റൺസ്, 113 ബോള്. നല്ല നല്ല ഒരു അച്ചടക്കമുള്ള ഒരു ഒരു എന്താ പറയുന്നത്, വളരെ കാമായിട്ടുള്ള ഒരു ഇന്നിങ്സ് ആണ് കേട്ടോ. ന്യൂസിലൻഡ് തന്നെയും ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും. നമ്മൾ വലിയ ഹറിബറി ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. വളരെ കൂളായിട്ട് നമ്മൾ ആദ്യം ഒരു ബേസ് ഉണ്ടാക്കുക, ബിൽഡ് ചെയ്യുക, എന്നിട്ട് അവിടെ നമ്മൾ കയറുക എന്നുള്ളൊരു പ്ലാൻ, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഈ പറഞ്ഞ ന്യൂസിലാൻഡ് ടീമിനുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ അവരത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ യങ്ങിന്റെ ഒരു സെഞ്ചുറിയും എല്ലാം കൂടെ വന്നപ്പോഴത്തേനും ഏകദേശം 118 റൺസിന്റെ ഒരു 4th വിക്കറ്റ് പാർട്ണർഷിപ്പ് വന്നു. അവിടെ ന്യൂസിലാൻഡ് പിടിച്ചു കയറി. അതിനുശേഷം അവസാന 10 ഓവർ വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ, ഈ എന്റെ എത്ര മനോഹരമായിട്ടാണ് ലതാമും അതുപോലെ തന്നെ ലാദവും അതുപോലെ തന്നെ അങ്ങനല്ല ലാദവും ഈ പറയുന്ന പോലെ ഫിലിപ്സിന്റെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫിലിപ്സ് ഇത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ബാറ്റിങ്ങിൽ ഇത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു, അദ്ദേഹത്തിന്റെ ഫീൽഡിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ബാറ്റിങ്ങിൽ ഇത്ര മെച്യൂർഡായിട്ട് ഉപ്പ ഷോട്ടുകളൊന്നുമല്ല. അവർ ഈ അവസാന 10 ഓവറിൽ റൺസ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമ്മൾ റൺസ് കയറുന്നത് അറിയത്തേയില്ല. അത്ര നോർമലായിട്ട് വളരെ ഷോട്ട്, ഫിലിപ്സിന്റെ ഷോട്ടും അതുതന്നെ ടോം ലാദം ഒക്കെ കളിക്കുന്ന ഷോട്ടുകൾ, അതുകൊണ്ടല്ലോ ആ ഒരു ഇന്നിങ്സ്, അവരുടെ രണ്ടുപേരുടെ ഇന്നിങ്സ് ഏകദേശം 121 റൺസിന്റെ പാർട്ണർഷിപ്പാണ് കേട്ടോ അവർ ഉണ്ടാക്കുന്നത്. അവരുടെ ആ ഒരു ഇന്നിങ്സിന്റെ ബലത്തിൽ അവസാനം നമുക്ക് അടിച്ചു കയറാന്നുള്ളൊരു പ്ലാനിങ് ഏകദേശം ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തെന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്നെ ശരിക്കും ഇംപ്രസ് ആക്കിയത് നമ്മുടെ ഫിലിപ്സ് ആണ്. ഫിലിപ്സിന്റെ ബാറ്റിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഫിലിപ്സിന്റെ ബാറ്റിംഗിൽ ഉണ്ടായിട്ടുണ്ട്. അത്ര മെച്യൂർഡ് ആയിട്ടാണ് അദ്ദേഹം എന്താ പറയുക സ്റ്റാൻഡ് ചെയ്ത് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താണ്ട്, അതായത് ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഒരു ഷോട്ട് അറ്റംപ്റ്റ് ചെയ്താൽ അത് റിസൾട്ടാണ്. അത്രയും മികച്ച രീതിയിലാണ് ഫിലിപ്സിന്റെ ആ ഒരു ബാറ്റിംഗ് പ്രകടനം അവിടെ കാഴ്ചവെച്ചതും. അതുപോലെ തന്നെ ടോം ലാദം ഒന്നും പറയേണ്ട, അദ്ദേഹം സെഞ്ചുറി അടിച്ചു. 118 റൺസ്, നോട്ട് ഔട്ട് ആണ്. 118 റൺസ്, ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് ആണ്. എനിക്ക് അവരുടെ ആ ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വളരെ വളരെ എൻജോയ് ചെയ്തു. അത്ര മികച്ച രീതിയിലാണ് അവർ ബാറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 321 എന്നുള്ളൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ടോട്ടൽ അവർ പാകിസ്ഥാനെതിരെ വെക്കുകയാണ്. ആ ഒരു 300 കടന്നപ്പോഴേ പാകിസ്ഥാനൊക്കെ കുത്തഴിച്ച് വിട്ട ബലൂൺ പോലെ ടപ്പേ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം 321 റൺസിൽ ഈ പറയുന്ന പോലെ ബോളിങ്ങിൽ, അപ്പം ബോളിങ്ങിലോട്ട് വന്നപ്പോൾ തന്നെ എന്താ സംഭവം എന്നറിയാം, ഈ പറയുന്ന പോലെ പ്രതീക്ഷകൾക്കൊത്തു തന്നെ ബൗളേഴ്സ് പ്രകടനം നടത്തി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ പ്രതീക്ഷ എന്തായിരുന്നു, പാകിസ്ഥാൻ ബൗളേഴ്സ് ഇപ്പം വളരെ ഫ്ലോപ്പാണ്, അത് അങ്ങനെ തന്നെ നടന്നു എന്നുള്ളതാണ്. അത് തന്നെ ഷഹൻഷാ അഫ്രീദി 68 റൺസാണ്, വിക്കറ്റ് ഒന്നും നേടിയിട്ടില്ല കേട്ടോ. 68 റൺസാണ് ഷഹൻഷാ അഫ്രീദി വിട്ടുകൊടുത്തത്. എക്കോണമി കേട്ടോണം 6-8 ആണ്. നസീം ഷാ ഞാൻ പിന്നെയും പ്രതീക്ഷിച്ചു, പക്ഷെ അദ്ദേഹവും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഇച്ചിരി ഇത് കാണിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട്. 10 ഓവറിൽ 63 റൺസാണ്. 6.30 ആണ് എക്കോണമി വരുന്നത്. 2 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അവരുടെ ഒരു സ്പിന്നർ ഉണ്ടായിരുന്നു, അഹമ്മദ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ ബോളിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. 10 ഓവറിൽ 47, 1 വിക്കറ്റ് നേടിയിട്ടുള്ളൂ. പക്ഷെ മികച്ച രീതിയിൽ ന്യൂസിലാൻഡ് പ്ലേയേഴ്സിനെ ഒന്ന് വെള്ളം കുടിപ്പിച്ചായിരുന്നു നല്ല രീതിയിൽ. എനിക്ക് തോന്നുന്നു പാകിസ്ഥാന്റെ ആ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും നന്നായി പന്തെറിഞ്ഞത് ഈ പറയുന്ന പോലെ ഈ അഹമ്മദ് ആണ്. അതുപോലെ തന്നെ ഹാരിഷ് റാഫ്, അദ്ദേഹം 10 ഓവറിൽ 83 റൺസാണ് വിക്കറ്റ് എടുത്തത്. 2 വിക്കറ്റുകൾ നേടി, പക്ഷെ 83 റൺസാണ്. എക്കോണമി 8.30 എക്കോണമി വരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ ഷാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു, കുഷ്ദിൽ ഷാ അല്ലേ, കുഷ്ദിൽ ഷാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഓൾറൗണ്ടർ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ബാറ്റിങ് നല്ല രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ കുൽദീഷ് ഷാ നല്ലപോലെ പന്തെറിഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അലി ആക്ക നല്ലപോലെ പന്തെറിഞ്ഞു. ഓൾറൗണ്ടർ ആണ്. 3 ഓവറിൽ 15, 3 ഓവർ എറിഞ്ഞുള്ളൂ. നല്ല ഓവറായിരുന്നു, കുഴപ്പമില്ലാത്ത ഓവറായിരുന്നു. അപ്പം 321 എന്നുള്ളൊരു ഹ്യൂജ് ടോട്ടൽ ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്, പവർ പ്ലേയിൽ പാകിസ്ഥാൻ വെച്ച് കീറും. പവർ പ്ലേ ഇറങ്ങിയത് ആരൊക്കെയാണ്, പാകിസ്ഥാന്റെ നമ്മുടെ ബാബർ അസവും അതുപോലെ തന്നെ ഷക്കീൽ,
അദ്ദേഹം നല്ലൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഒരു ബാറ്ററായിട്ട് എനിക്ക് തോന്നി കേട്ടോ, സൗദ് ഷക്കീൽ. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടുന്നുള്ള തെളിയാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു ഷോട്ട് കൊടുക്കുമ്പോഴുള്ള കോൺഫിഡൻസ് വളരെയാണ്. ബാറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് യാതൊരുവിധ മടിയുമില്ല. അപ്പൊ അതെനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹവും പുറത്താവുകയാണ്. അങ്ങനെ ബാബർ അസം, അപ്പൊ നമ്മൾ ഓർക്കുന്നു ബാബർ അസം വെച്ച് കീച്ചു. ഇന്ന് പവർ പ്ലേയിൽ ഒരു 60 റൺസ് കുറഞ്ഞെങ്കിലും അവരെടുക്കുന്നു വിചാരിച്ചു. പക്ഷേ പവർ പ്ലേയിൽ അവരെടുത്ത റൺസ് എത്രയാണെന്നറിയോ? എത്രയായിരുന്നു? 22 റൺസാണ് പവർ പ്ലേയിൽ എടുത്തത്. പാകിസ്ഥാൻ വളരെ മികച്ചൊരു സ്റ്റാർട്ട് തന്നെയാണ് അല്ലേ? ശരിക്കും പറഞ്ഞ പവർ പ്ലേയുടെ പ്രാധാന്യം അറിയാത്തതുകൊണ്ടാണ് പവർ പ്ലേയിൽ ടെസ്റ്റ് കളിക്കുന്ന ഒരാൾ ചെയ്യുന്നത്. ടെസ്റ്റ് കളിക്കുന്നവരാണ് പവർ പ്ലേയിൽ ബാബർ അസന്റെ സ്കോർ കേൾക്കണം. 27 ബോളിൽ 12 റൺസ്, 320 അതായത് ഏകദേശം 6-4, 6-3 എക്കോണമി വെച്ച് എടുക്കേണ്ടതാണ്. 6 റൺസിന്റെ മണ്ടയ്ക്ക് വീതം എടുക്കേണ്ടതാണ്. അവിടെ 27 ബോളിൽ 12 റൺസാണ് ബാബർ അസം എടുത്തത്. അപ്പൊ നമ്മൾ ഓർത്തു ഓക്കെ സ്റ്റാർട്ടിങ് അല്ലേ എന്നുള്ള. ഇതേ ഈ വൺ ഡൗൺ ഒക്കെ ഇറങ്ങിയതിന്റെ പരിചയം വെച്ചിട്ടായിരിക്കും ഒരു പക്ഷെ ഓപ്പണിംഗിൽ ഇറങ്ങി ഇങ്ങനെ കളിക്കുന്നത്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. പവർ പ്ലേയിൽ കിട്ടി 22 റൺസാണ്. 320 ഹ്യൂജ് ടോട്ടല് ചേസ് ചെയ്യുമ്പോൾ 22 റൺസാണ്. ആലോചിച്ചോണം. എന്നിട്ട് ബാബർ അസം അവിടെ കൊണ്ട് നിർത്തിയില്ല, 50 അടിച്ചു. 81 ബോള് 50 അടിച്ചു. അതിനുശേഷം 81 ബോൾ 50 എന്ന് പറയുന്നത് വലിയ മോശമൊന്നുമല്ല. ഓടിയ കളിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒന്ന് നിന്ന് കളിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇവിടെ 321 സ്കോർ ഇവിടെ ഉണ്ടായിട്ട് ആ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു മോശമായിട്ട് എനിക്ക് തോന്നുന്നത്. 31ാമത്തെ ഓവറിൽ ഈ പറയുന്ന പോലെ നല്ലപോലെ ബാറ്റ് ചെയ്ത്, അതായത് ഓൾറെഡി പാകിസ്ഥാൻ ബാക്ക് ഫുട്ടിലാണ്. ബാക്ക് ഫുട്ടിൽ നിന്നതിന് ശേഷം ബാബർ അസത്തിന്റെ കൂടെ ഈ പറയുന്ന പോലെ നമ്മുടെ അലി ആക എന്ന് പറഞ്ഞിട്ടുള്ള ബാറ്റ്സ്മാൻ ഉണ്ടല്ലോ, ഓൾറൗണ്ടറാണ് അലി. അദ്ദേഹം 28 ബോളെ 42 റൺസ്, നല്ലൊരു ഇന്റന്റ് തന്നെ കാണിച്ചിട്ടുണ്ട്. അവിടെ ചിലപ്പം ഒരു പക്ഷേ പാകിസ്ഥാൻ ജയത്തിലോട്ട് പോകുമോ എന്നുള്ളൊരു തോന്നിച്ചെങ്കിലും പക്ഷെ അദ്ദേഹം പോയതോടുകൂടി തന്നെ ഈ പറയുന്ന പോലെ പാകിസ്ഥാന്റെ ഉള്ള പ്രതീക്ഷയും അവിടെ തീർന്നു എന്നുള്ളതാണ്. പിന്നീട് ബാബർ അസത്തിലാണ് പ്രതീക്ഷ. ബാബർ അസം 50 അടിച്ചതിന് ശേഷം 2 ഷോട്ടുകളൊക്കെ കളിച്ചു. പക്ഷെ ഒരു കാര്യമില്ല. 90 ബോളിൽ 64 റൺസ് എടുത്ത് അദ്ദേഹം പുറത്തായി 34ാമത്തെ ഓവറിൽ. അന്നേരത്തെ ടീം ടോട്ടൽ എത്ര അറിയാം? 153-ന് 6 റൺസാണ്. അത്രയും ബോൾ എത്ര ഡോട്ട് ബോളാണ് കളിച്ചെന്ന് അറിയാം ബാബർ അസം? 52. ഈ 90 ബോളിൽ 52 ഡോട്ട് ബോളാണ്. അതായത് ഒരു 8 ബോളോട് വന്നു കഴിഞ്ഞാൽ 10 ഓവർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതും പവർ പ്ലേയില്. മിടുക്കൻ അല്ലേ? ബാബർ അസത്തിന് എന്താണ് പറയേണ്ടത്? ഇത്രയും ബുദ്ധിയും ഒരു ഇതുമില്ല. ഇത്രയും സ്ലോ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചിട്ട് പുള്ളിക്കാരൻ പുറത്തായി പോവുകയും ചെയ്തു. അവസാനം പിള്ളേരെ ആഞ്ഞു വെച്ച് കുത്തിക്കിടന്ന് അടിച്ചിട്ട് പോലും ഒരു രക്ഷയില്ല. റൺ എടുക്കണ്ടേ? ഈ കുൽദീപ് ഷാ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ എത്ര മികച്ച രീതിയിലാണെന്ന് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ അവനാവുന്ന ശ്രമിച്ചു. അവൻ ഇരുന്ന് കിടന്നും നിന്നും തലകുത്തിയും മറിഞ്ഞും ഒക്കെ കിടന്ന് അടിച്ചിട്ട് 49 ബോളിൽ 69 റൺസ് വന്നിട്ടും എത്തുന്നില്ല. ബോളില്ല. എങ്ങനെ ബോൾ ഉണ്ടാകും? അത് അത്രയും നിന്ന് കളിച്ച് അവിടെ നിന്നങ്ങ് താളം ചവിട്ടും. അങ്ങനെ നിന്ന് ഇത്രയും വലിയൊരു ടോട്ടൽ ചേസ് ചെയ്യുമ്പോൾ മിടുക്കനാണ് ബാബർ അസം. ഒന്നും പറയാനില്ല. ടീമിനെ നല്ല പോലെ തന്നെ സമ്മർദ്ദത്തിലാക്കിയെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ വിരാട് കോഹ്ലി കണ്ടുപിടിച്ചാണോ എന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ വിരാട് കോഹ്ലിയെ കണ്ടുപിടിച്ചാലുള്ള ശ്രമമായിരിക്കും. കിങ് ഇതുപോലെ തന്നെ ചേസ് ചെയ്യാല്ലേ, അതുപോലെ നമുക്ക് ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് വിരാട് കോഹ്ലി നിന്ന് ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം കളി ജയിപ്പിക്കാനുള്ള കെൽപ്പോടുണ്ട്. അല്ലാണ്ട് സമ്മർദ്ദത്തിലാക്കി പോകുന്ന പരിപാടി ഇല്ല കിങ്ങിന്. ഓക്കെ, അപ്പം ഒന്നും പറയാനില്ല. വളരെ മികച്ചൊരു ഇത് തന്നെയായിരുന്നു. നല്ലൊരു മികച്ച തോൽവി പ്രകടനം തന്നെയായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ചാമ്പ്യൻസ് ട്രോഫി ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് റിസ്വാനിലായിരുന്നു അല്ലെ? അദ്ദേഹം അതിനു മുമ്പ് വളരെ ഫോമിലാണ്, തിരിച്ചു കയറി വന്നു എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അദ്ദേഹം വെറും 3 റൺസുമായിട്ട് പുറത്തായി. പിന്നീട് അങ്ങനെ ആരും ഈ ഫക്കർ സമാനൊക്കെ വന്നിട്ട് നല്ല ഇന്റന്റ് കാണിച്ചു. ഇങ്ങനെയെല്ലാം ഒന്ന് റണ്ണ് കയറ്റാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തിന് ഇച്ചിരി ബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബാബർ അസം കൊണ്ട് കാണിച്ച പ്രഷറിന്റെ പുറത്തുണ്ടല്ലോ, ഇമാരെല്ലാം ടപ്പേ എന്ന് പറഞ്ഞ് പോയി. മനസ്സിലായി? അമ്മാർക്കല്ല ദൗത്യം റൺ എടുക്കുക എന്നുള്ളതാണ്. ബാബർ അസം അവിടെ നിന്ന് ഒരു സൈഡിൽ നിൽക്കും. വിക്കറ്റ് പോകാൻ നീ നിന്നോ? സിംഗിൾ ഇട്ടെങ്കിലും കൊടുത്തിട്ട് ഇപ്പുറത്ത് നിൽക്കേ. ഈ ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കേണ്ട കാര്യം എന്താണ്? അത് ബാബർ അസത്തിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ചയാണ്. പിന്നെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഹെൻറി നല്ലപോലെ പന്ത് എറിഞ്ഞു. 7 ഓവറിൽ 25 റൺസാണ് കൊടുത്തിട്ടുള്ളൂ. 2 വിക്കറ്റുകൾ നേടി. എക്കണോമി 3.41 ആണ്. അതുപോലെ തന്നെ റൂർക്ക് നല്ലപോലെ 9 ഓവറിൽ 47-ന് 3 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത്. അതുപോലെ തന്നെ സാഗ്നർ ഇച്ചിരി റൺസ് വിട്ടുകൊടുത്തു. 10 ഓവറിൽ 66-ന് 3 വിക്കറ്റുകൾ നേടി. ബ്രേസ്വെല്ല് 10 ഓവറിൽ 38 റൺസാണ്.
നല്ല എക്കോണമി കീപ്പ് ചെയ്ത് പന്ത് എറിയുന്നുണ്ട്. ഫിലിപ്സ് നല്ല റൺസ് കൊടുത്തു, ഒരാവശ്യമില്ലാണ്ട് കുറച്ച് റൺസ് കൊടുത്തു. 9 ഓവറിൽ 63 വിക്കറ്റുകളൊന്നും കിട്ടിയില്ല. പിന്നെ സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് ആ 2 ഓവർ എറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ സ്മിത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നത് ന്യൂസിലാൻഡ്, അതായത് പാകിസ്ഥാൻ ഏകദേശം ഞാൻ പറഞ്ഞില്ല അലിയാഗയുടെ ഒരു ബാറ്റിംഗ് പ്രകടനം വന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു റൺ റേറ്റ് കയറ്റിക്കൊണ്ട് വരുമായിരുന്നു. ആ പയ്യൻ 28 ബോളിൽ 40 റൺസാണ് നേടിയത്. അപ്പം ആ സമയത്ത് ഏകദേശം 31ാമത്തെ ഓവറായി. ആ 31ാമത്തെ ഓവറിൽ അതുവരെയും ഓവർ കൊടുക്കാത്ത സ്മിത്തിനെ ഈ പറഞ്ഞ സഗ്നർ കൊണ്ടുവരികയും ആ ആദ്യ ഓവറിൽ തന്നെ ഈ അലിയാഗയുടെ വിക്കറ്റ് കിട്ടുകയും ചെയ്തു. അത് നല്ലൊരു മൂവാണ്. അപ്പോൾ അലിയാഗയും ഈ പറഞ്ഞ 2 ഓവറിൽ 20 റൺസ് കൊടുത്തെങ്കിലും അവിടെ ഒരു ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത് അലിയാഗയുടെ ഒരു ഇത് തന്നെയാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും പാകിസ്ഥാന് വലിയൊരു സമ്മർദ്ദം തന്നെയാണ്. ഇന്ത്യയോട്ട് വരുമ്പോൾ ഇന്ത്യയായിട്ടുള്ള ഒരു മത്സരം എന്നുള്ളൊരു സമ്മർദ്ദവും അതിന്റെ കൂടെ ഒരു മത്സരം തോറ്റു എന്നുള്ള സമ്മർദ്ദം, അതിന്റെ കൂടെ ഇന്ത്യയായിട്ട് തോറ്റെങ്കിൽ ഇനി ഒരു മത്സരം കൂടെ തോറ്റെങ്കിൽ നമ്മൾ ടൂർണമെന്റിൽ തന്നെ പുറത്താകും എന്നുള്ളൊരു സമ്മർദ്ദം. മൊത്തത്തിൽ ഇത് അട്ടപ്പാടല നല്ല പണിയാണ് കിട്ടിയിട്ടുള്ളത്. പാകിസ്ഥാൻ ടീമിനെ മിക്കവാറും പാകിസ്ഥാൻകാർ അവിടെ തന്നെ വെച്ചിട്ട് കത്തിക്കും എന്നുള്ള ലക്ഷണങ്ങളൊക്കെയും കാണുന്നുണ്ട്. കാരണം തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ടൂർണമെന്റ് വന്നിട്ട് ഒന്നും ചെയ്യാണ്ടായി തിരിഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും നല്ലത്. ഓക്കെ.